പ്രിയപ്പെട്ടവരെ നമസ്കാരം. നരേന്ദ്രമോദിയും അമിത്ഷായും അടങ്ങുന്ന കേന്ദ്ര സർക്കാർ കേരളത്തിൻ്റെ ആവശ്യങ്ങളെ പരിഗണിക്കുന്നില്ല അല്ലെങ്കിൽ അംഗീകരിക്കുന്നില്ല എന്ന ആരോപണങ്ങളാണ് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് വയനാടിൻ്റെ കാര്യത്തിൽ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ച് വയനാട്ടിലേക്കെത്തിയ പ്രിയങ്ക ഗാന്ധി കേന്ദ്ര സർക്കാരിനെ തഴുകി സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കേന്ദ്ര സർക്കാരിനെ വിമർശിക്കേണ്ട സ്ഥാനത്ത് എന്തിന് സംസ്ഥാന സർക്കാരിനെ പ്രിയങ്ക ഗാന്ധി വിമർശിച്ചു എന്ന കുറ്റപ്പെടുത്തലാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിക്കെതിരെ ഒരുപാട് നേതാക്കൾ, CPM നേതാക്കളടക്കം ഒരുപാട് പേർ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. കേന്ദ്ര സർക്കാരിനെയാണ് പ്രിയങ്ക ഗാന്ധി വിമർശിക്കേണ്ടത്, അല്ലാതെ പിണറായി വിജയൻ നയിക്കുന്ന കേരള സർക്കാരിനെയല്ല എന്നായിരുന്നു അവരുടെ വാദം. എന്തുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി സംസ്ഥാന സർക്കാരിനെ ഇത്രത്തോളം വിമർശിച്ചത്? കേന്ദ്ര സർക്കാർ വയനാട് ഉണ്ടായ ദുരന്തത്തിൽ കൃത്യമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടതിന് ശേഷം 3 മാസത്തോളം കാത്തിരുന്നിട്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു റിപ്പോർട്ട് കേന്ദ്രത്തിലേക്ക് എത്തുന്നത് തന്നെ. പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ദിവസം MP-മാരുമായി കൂടിച്ചേർന്നുകൊണ്ട് അമിത്ഷായെ സന്ദർശിച്ചിരുന്നു. വയനാടിൻ്റെ പ്രശ്നം പറയാനാണ് പ്രിയങ്ക ഗാന്ധി ഒരു കത്തുമായി, ഒരു നിവേദനവുമായി പോയത്. ഉടൻ മറുപടി തരാം എന്ന് പറഞ്ഞ അമിത്ഷാ മറുപടി നൽകിയപ്പോൾ കുറ്റപ്പെടുത്തിയ പ്രധാന കാര്യവും സംസ്ഥാന സർക്കാർ വൈകി അവരുടെ റിപ്പോർട്ട് സമർപ്പിച്ചു എന്നുള്ളതാണ്. നരേന്ദ്രമോദി നേരിട്ട് ആവശ്യപ്പെട്ടിട്ടും സംസ്ഥാന സർക്കാർ എന്തുകൊണ്ടാണ് വളരെ വൈകി ആ റിപ്പോർട്ട് കൊടുത്തത് എന്നുള്ളതാണ് ദുരൂഹമായ കാര്യം. ഈ കാര്യം പറഞ്ഞുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിയുടെ നിവേദനത്തിൽ പോലും കൃത്യമായ ഒരു പരിഗണന കൊടുക്കാതെ അമിത്ഷാ തള്ളിക്കളയുന്നത്. ഇതെല്ലാം അറിഞ്ഞതുകൊണ്ടായിരിക്കണം പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ കേന്ദ്ര സർക്കാരിനെ കൂടുതൽ കുറ്റപ്പെടുത്താതെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകളെ പരാമർശിച്ചും കുറ്റപ്പെടുത്തുകയും ചെയ്തത്. അതിനെതിരെ ഇപ്പോൾ CPM പ്രവർത്തകരായ നേതാക്കൾ ഒരുപാട് പേർ രംഗത്തെത്തി പ്രിയങ്ക ഗാന്ധിയെ കടന്നാക്രമിക്കുകയാണ്. സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയുള്ള സമ്മേളനങ്ങളിലും പ്രിയങ്ക ഗാന്ധിയെ മുഖ്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് വിമർശിക്കുകയാണ് CPM-ന്റെ പ്രമുഖ നേതാക്കൾ. അത്തരത്തിൽ ഒരു പ്രമുഖ നേതാവിൻ്റെ വിമർശനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയാവുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത നിവാരണത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ വീഴ്ചകളെ ചൂണ്ടിക്കാട്ടിയ പ്രിയങ്ക ഗാന്ധിക്ക് പ്രിയങ്ക ഗാന്ധിയുടെ ആരോപണങ്ങൾക്കുള്ള മറുപടിയായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ M സ്വരാജ് രംഗത്തെത്തിയിരിക്കുകയാണ്. വയനാടിൻ്റെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കേണ്ട ഉത്തരവാദിത്തമുള്ള പ്രിയങ്ക ഗാന്ധി ദുരന്തബാധിതർക്ക് ചില്ലിക്കാശ് കൊടുക്കാത്ത കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിഷേധത്തിന് കൂടെ നിൽക്കാതെ സംസ്ഥാന സർക്കാരിനെ എന്തിന് പഴിച്ചു എന്നാണ് M സ്വരാജ് ചോദിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്തിയ പ്രിയങ്ക ഗാന്ധിയുടെ പരാമർശങ്ങളെ പുച്ഛിച്ച് തള്ളുകയാണ് M സ്വരാജ്. വളരെ വിചിത്രമായ ഒരു കാര്യമാണ് പ്രിയങ്ക ഗാന്ധിയിൽ നിന്നുണ്ടായത് എന്നാണ് M സ്വരാജ് പറയുന്നത്. സ്ഥിരബുദ്ധിയുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ല പ്രിയങ്ക ഗാന്ധിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന് സ്വരാജ് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേരളത്തോട് സംസ്ഥാന സർക്കാർ തുടരുന്ന അവഗണനകൾക്കെതിരെ LDF നടത്തിയ പോസ്റ്റ് ഓഫീസ് മാർച്ചിൽ പ്രസംഗിക്കവേ പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു മനുഷ്യരൂപമാണ് എന്നാണ് കരുതിയിരുന്നതെന്നും വയനാട്ടിലെത്തിയപ്പോൾ മനുഷ്യനായി തോന്നിയെന്നും പറഞ്ഞ സ്വരാജ് ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു ഡിസാസ്റ്റർ ടൂറിസ്റ്റായാണ് നരേന്ദ്രമോദി വന്നിരിക്കുന്നതെന്ന് മനസ്സിലായെന്നാണ് പറയുന്നത്. RSS എന്നും RSS തന്നെയാണെന്നും ഒരു ദുരന്തത്തിനും RSSനെ മനുഷ്യനാക്കാൻ കഴിയില്ല എന്നും M സ്വരാജ് കുറ്റപ്പെടുത്തുന്നു. മലയാളികളുടെ കണ്ണീർ കണ്ട് ആസ്വദിക്കുന്ന മാനസികാവസ്ഥ ആയിരുന്നു മോദിയുടേതെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നതെന്ന് ചില്ലിക്കാശിൻ്റെ സഹായം വയനാടിന് നൽകാത്ത സാഹചര്യത്തിൽ സ്വരാജ് തുറന്നടിച്ചു പറയുകയും ചെയ്തു. പ്രിയങ്ക ഗാന്ധിക്കെതിരെ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളും നേതാക്കളും നടത്തുന്ന വാക്കുകൊണ്ടുള്ള ഈ ആക്രമണങ്ങൾക്കെതിരെ പ്രിയങ്ക ഗാന്ധി ഇതുവരെ പ്രതികരിച്ച് രംഗത്തെത്തിയിട്ടില്ല. അവർ വയനാടിന് വേണ്ടിയുള്ള സഹായങ്ങൾ എങ്ങനെയെങ്കിലും ലഭിക്കുവാൻ വേണ്ടി കേന്ദ്ര സർക്കാരിനോട് അത്രത്തോളം പ്രഷർ ചെയ്യുകയാണ്. അമിത്ഷായെ നേരിട്ട് കാണാൻ ഒരു മടിയും കാണിക്കാത്ത പ്രിയങ്ക ഗാന്ധിയെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഇനിയും തുടർ നടപടികളിൽ പ്രിയങ്ക ഗാന്ധിക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യുമെന്നാണ് പ്രിയങ്ക ഗാന്ധി വാക്ക് നൽകിയിരിക്കുന്നത്. ഇതുപോലൊരു ദുരന്തം സംഭവിക്കുമ്പോൾ
അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടാതെ കേന്ദ്ര സംസ്ഥാന വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും ഒരുമിച്ചാണ് പ്രവർത്തിക്കേണ്ടതെന്ന സന്ദേശമാണ് പ്രിയങ്ക ഗാന്ധി അവരുടെ പ്രവർത്തനങ്ങളിലൂടെ കാണിച്ചു തരുന്നത്.